ഇസ്രയേൽ ഗാസയിൽ നടത്തിയ കൂട്ടക്കുരുതി, മനുഷ്യക്കുരുതി, അതിലെ വംശനാശത്വം ഉണ്ടായോ വംശഹത്യ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും ഒക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. അപ്പോൾ ആ അന്താരാഷ്ട്ര കമ്മീഷൻ്റെ തലപ്പത്ത് അധ്യക്ഷനായിട്ട് നിയമിച്ചത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു സെലിബ്രേറ്റഡ് ജഡ്ജായിരുന്ന ശ്രീനിവാസൻ മുരളീധരയാണ്. അദ്ദേഹം വളരെ പേരെടുത്ത ആളാണ്. ഭയലവലേശമന്യേ അദ്ദേഹം നീതി നടപ്പാക്കാനായിട്ട് ശ്രമിച്ച ആളാണ്. അതിനകത്ത് ഒരുപാട് എതിർപ്പൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിന് കിട്ടേണ്ട പൊസിഷനൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്തു, അദ്ദേഹത്തിനെ ഹരാസ് ചെയ്തു എന്നുള്ളത് വേണം തന്നെ പറയാൻ ഗവൺമെൻറ്. കാരണം ഗവൺമെൻറ്റിനെതിരെ വിധി പറയേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഗവൺമെൻറ്റിനെതിരെ വിധി പറയുന്ന ജഡ്ജിമാരെയൊക്കെ ഉപദ്രവിക്കാനാണെന്ന് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നീതി എവിടെ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇനി സബ്ജക്റ്റിലേക്ക് വരാം. 2023 ഒക്ടോബർ 7 യഥാർത്ഥത്തിൽ ഹമാസ് ഇസ്രയേലിൽ കടന്നു കയറി ഈ ഏതാണ്ട് 1221 പേരെ അവിടെ കൊല ചെയ്തത്. അപ്പോൾ അതിന് പകരമായിട്ട് ഗാസയിൽ ഇസ്രയേൽ കൂട്ടക്കുരുതി, മനുഷ്യക്കുരുതി അങ്ങ് ആരംഭിച്ചു. അപ്പോൾ അവിടെ അന്ന് മുതൽ 2 വർഷത്തിനകം, അതായത് അന്ന് മുതൽ ഇന്ന് വരെ 72,800 പേര് ഇസ്രയേൽ കൊന്നു. അവിടെ ഗാസയിൽ പലസ്തീൻകാരെ കൊന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ 2 വർഷം മാത്രം കുഞ്ഞുങ്ങൾ 20,179 കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. അതുകൂടാതെ 44,143 കുഞ്ഞുങ്ങൾ ഗുരുതരമായി അവരെ പരിക്കേൽപ്പിച്ചു. കുഞ്ഞുങ്ങളെ ഇപ്പോഴും ചികിത്സയിലൊക്കെ കഴിയുന്നവരൊക്കെയാണ്. ചികിത്സയ്ക്കൊന്നും അവിടെ നിവൃത്തിയൊന്നുമില്ല, ആശുപത്രിയൊന്നുമില്ല. ഇതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ 2025 ഒക്ടോബറിൽ അവിടെ വെടിനിർത്തൽ നിലവിൽ വന്നു. ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ചുമ്മാതുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ. ഇസ്രയേൽ പിന്നെയും വെടിവെച്ചുകൊണ്ടിരിക്കും, ആളുകളെ കൊല്ലും. അതാണ് വെടിനിർത്തൽ എന്ന് പറഞ്ഞ് പോകുന്ന കാര്യം. അവർ ചെയ്യുന്ന അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ആ വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം 265 കുഞ്ഞുങ്ങളെ കൊന്നു. അപ്പോൾ ഈ കമ്മീഷൻ കണ്ടെത്തിയത് എന്ന് പറയുന്നത്, സ്വതന്ത്ര അന്താരാഷ്ട്ര കമ്മീഷൻ കണ്ടെത്തിയത്, ഇത് മനഃപൂർവ്വമുള്ള ഒരു വംശഹത്യയാണ്. അതായത് ഒരു വംശത്തെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പം മാർഗം എന്ന് പറയുന്നത് അടുത്ത തലമുറ ഇല്ലാതാക്കണമെന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ തിരഞ്ഞുപിടിച്ചങ്ങ് കൊല്ലുക. അതായത് കുഞ്ഞുങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ, കുഞ്ഞുങ്ങളുടെ ആശുപത്രികൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാലയങ്ങൾ, സ്കൂളുകൾ, അതുപോലുള്ള ഭാഗങ്ങളെല്ലാം ആക്രമിച്ച് അവിടെ മുഴുവൻ അവരെ കൊലപ്പെടുത്തുക. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ചികിത്സ കിട്ടാതിരിക്കാൻ വേണ്ടി ആശുപത്രികൾ തകർക്കുക. വളരെ കരുതിക്കൂട്ടിയുള്ള ഒരു വംശഹത്യയാണ് വംശവെറിയനായ നേതന്യാഹു എന്ന് പറയുന്ന വൃത്തികെട്ടവൻ കാണിച്ചത്, ആ ഭരണകൂടം ചെയ്തത്. ഞാൻ പറഞ്ഞത് ഇത് ഈ കുഞ്ഞുങ്ങൾ പാലസ്തീൻ കുഞ്ഞുങ്ങളായതുകൊണ്ടല്ല. ഏത് കുഞ്ഞായാലും, അത് ജൂതൻ്റെ കുഞ്ഞായാലും മുസ്ലിമിൻ്റെ കുഞ്ഞായാലും ഹിന്ദുവിൻ്റെ കുഞ്ഞായാലും എല്ലാം കുഞ്ഞുങ്ങൾ തന്നെയാണ്. അവരെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് നിരുപദ്രവികളായ ആളുകൾ അവരല്ലേ. അവർ വല്ലതും അറിയുന്നുണ്ടോ ഇത്? ഇപ്പോൾ ഹമാസിൻ്റെ ആക്രമണം ഈ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്തതാണോ? അല്ല. ഈ കുഞ്ഞുങ്ങളോട് എന്തിനീ ക്രൂരത? ചിന്തിക്കേണ്ട കാര്യമല്ലേ. ഇവൻ്റെ അധികാരം പിടിച്ചു നിർത്താൻ വേറെ അവന് മാർഗമില്ല. അതുകൊണ്ട് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങ് കൊലപ്പെടുത്തി അങ്ങ് നശിപ്പിക്കുക, ഒരു വംശത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് വംശഹത്യ. അതാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രം ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള മുറിവുകൾ. ശാരീരികം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞുങ്ങൾ അംഗവൈകല്യം സംഭവിച്ചു. ഇതിനകത്ത് അംഗഭംഗം സംഭവിച്ചിട്ടുള്ളവരുണ്ട്. ശരിയായ ചികിത്സ കിട്ടാതെ വീണ്ടും മരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട്. അതുകൂടാതെ ഇനി മാനസികമായ ആഘാതം, കാരണം മെൻ്റൽ ട്രോമ ഉണ്ടാവും. ഇതൊക്കെ കാണുകയല്ലേ, കുഞ്ഞുങ്ങൾ കാണുകയല്ലേ ഇതൊക്കെ. ഈ ബോംബിട്ട ആളുകൾ അതിന് മുമ്പിൽ കിടന്ന് മരിക്കുമ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അനാഥത്വം. ഒരുപാട് കുഞ്ഞുങ്ങൾ ഓർഫൻസായി. കാരണം അവരുടെ അച്ഛനും അമ്മയും കൊല്ലപ്പെടുന്നു, അവരെ കൊന്നുകളയുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ
ആ, കൊല്ലപ്പെട്ടില്ലെങ്കിൽ അവർ ഓർഫൻ അനാഥരായിട്ട് മാറും. പിന്നെ ഈ മാതാപിതാക്കളിൽ നിന്നുള്ള വേർപിരിയൽ, കാരണം മാതാപിതാക്കളുമായിട്ട് ഇവർക്ക് താമസിക്കാൻ ഒക്കത്തില്ല, ആ രീതിയിലാവും. കാരണം പലായനം ചെയ്യുമ്പോൾ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ടൊക്കെ പോകേണ്ട ഗതികേട് വരും, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമോ, ആവർത്തിച്ചുള്ള പലായനം, കാരണം ഇവിടുന്ന് ഒരു പൊളിച്ച് കെട്ടി അങ്ങോട്ട് പോവുക, വല്ല കാളവണ്ടി പോലുള്ള വണ്ടിക്കകത്തൊക്കെ കയറിയാൽ പോകുന്നത്, അല്ലാതെ അവർക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യം ഇതിനകത്തൊക്കെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവിടുന്ന് യാത്ര ചെയ്യും കുഞ്ഞുങ്ങൾ. പട്ടിണി, ഭക്ഷണം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് പോഷകാഹാരമൊന്നും കിട്ടത്തില്ല, ഒന്നും ആ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആ ആ അത്രത്തോളം വലിയ ആഘാതമാണ് ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത്. ഇതെല്ലാം ഈ മെൻ്റൽ ട്രോമ, ശാരീരികമായും മാനസികമായ പിരിമുറുക്കത്തിലേക്കും അതിനുള്ള ആഘാതത്തിലേക്കും നയിക്കും. ആ കുഞ്ഞുങ്ങൾ അത്രത്തോളം കഷ്ടപ്പെട്ടു. ഏതായാലും ജസ്റ്റിസ് ശ്രീനിവാസൻ മുരളീധർ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ടെന്ന് പറയുന്നുണ്ടല്ലോ, ജസ്റ്റിസ് മുരളീധരൻ്റെ റിപ്പോർട്ട് എന്തുകൊണ്ടും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇസ്രയേൽ അതിനെ പുച്ഛിച്ച് തള്ളുന്നുണ്ട്. ഇസ്രയേലെ തള്ളും, കാരണം അവർക്ക് കൊലപ്പെടുത്തുന്നതാണ് അവരുടെ ശീലം. അല്ലാതെ ഈ റിപ്പോർട്ട് സത്യമാണോ ഇല്ലയോ ഒന്നും നോക്കാറില്ല. ഇവരുടെ ഈ ഇസ്രയേലിൻ്റെ അധിനിവേശം എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ പാലസ്തീനിലും ഇസ്രയേലിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ പാലസ്തീനിൽ ചെന്നപ്പോൾ അവിടെ ഗൈഡ് തന്നെ പറഞ്ഞു തരുന്ന കാര്യങ്ങളുണ്ട്. അതായത് അയാൾ ഇസ്രയേലിയാണ്, ഒരു ഗൈഡ് ഉണ്ടായിരുന്ന ആൾ. അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? പറഞ്ഞത്, ഒരു പാലസ്തീൻകാരൻ ഒരു വീട്ടിൽ നിന്ന് ഒരു 2 ദിവസത്തിൽ കൂടുതൽ മാറി താമസിച്ചാൽ തിരിച്ചു വരുമ്പോൾ ആ വീടില്ല. ആ വീട്ടിൽ ഇസ്രായേലുകാർ കയറി താമസിക്കും, ജൂതന്മാർ താമസിക്കും. അതവരുടെ കുടിയേറ്റമാണ്, അത് അവർക്ക് അവകാശമുള്ളതാണ്. അവിടെ ആ രീതിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് പോയി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അവർക്ക് ജോലി കിട്ടുന്നത്, ജോലി ചെയ്യാൻ പോയി കാവൽ നിൽക്കുന്നത്, അവർക്ക് യാത്ര ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. വളരെയധികം കഷ്ടപ്പെടുകയായിരുന്നു അവർ. പക്ഷേ ഇപ്പോൾ ഇനി കഷ്ടപ്പെടാൻ അവിടെ ഇല്ല, കാരണം ആ നാടുമില്ല, ആളുകളുമില്ല, ആ രീതിയായി. ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് പോലും ഇപ്പോൾ ഇത് കേൾക്കുന്നവന്മാർ ചിലർ ഇതിനകത്ത് കുറേ വികലമായ കുറേ അഭിപ്രായം എഴുതും. എന്തോന്നറിയോ? ഏതാണ്ട് ഈ കുഞ്ഞുങ്ങൾ എന്ത് പഴിച്ചു? പാലസ്തീൻകാർ ബാക്കി 72,800 പേര് മരിച്ചതിൽ നിന്ന് ഇത്രയും കുഞ്ഞുങ്ങൾ മരിച്ചു, കൊല്ലപ്പെട്ടു. ഈ കുഞ്ഞുങ്ങൾ എന്ത് പഴിച്ചു? ഈ കുഞ്ഞുങ്ങൾ എന്തറിഞ്ഞുകൊണ്ടാണ് അവർ കൊല്ലപ്പെടുന്നത്? അത് കണ്ണിച്ചോരയുള്ള ആരെങ്കിലും ഇതിനനുകൂലമായിട്ട് പറയുമോ? അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്, മുരളീധരൻ്റെ റിപ്പോർട്ടെന്ന് പറയുന്നത് വളരെയധികം നമുക്ക് ഉൾക്കൊള്ളേണ്ടത് ഒരു റിപ്പോർട്ട് തന്നെയാണ്. ഏതായാലും ഇതെങ്കിലും കണ്ടൊന്ന് കണ്ണ് തുറക്കട്ടെ മനുഷ്യർ. ഇനിയെങ്കിലും ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാതിരിക്കട്ടെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ.